الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ബഹുമാനികളെ, നമ്മൾ ഇവിടെ ചേർന്നത് നമുക്കറിയാം, ഒരു പ്രചരണത്തിൻ്റെ പരിപാടി തയ്യാർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളുടെ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഒരു പ്രചരണം ആരംഭിക്കാൻ പോയി വച്ചിരിക്കുന്നു. അതിന്റെ പ്രാരംഭ എന്ന നിലക്ക് അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഇവിടെ ചേർന്നതെന്ന് നമുക്കറിയാം. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് സമയത്തും മനസ്സിലാക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ അവരെപ്പോഴും യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം. അതായത് നമ്മളൊരു വാശിക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല, ഒരു കക്ഷിത്വത്തിന് വേണ്ടിയിട്ട് ഉള്ളവരല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ വിജയം കൈവരികയുള്ളൂ. പൊതുജനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവർ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. കുറേയധികം ആളുകൾ വേഗം അവർ വിലയിരുത്തും. സാധനങ്ങളെ വേഗം വിലയിരുത്താൻ അവർക്ക് കഴിയും, നാം വിലയിരുത്തുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപം ജനങ്ങളെ ധരിപ്പിക്കൽ, അതിനാവശ്യം നേരിട്ടിരിക്കുന്നു. കാരണം സുന്നി വിരുദ്ധരുടെ പ്രവർത്തനം, ആ പ്രവർത്തനം ഒരു മരണ കോപ്പറാറ്റി എന്ന നിലക്ക് തുടങ്ങിയിരിക്കുന്നു. അവർക്ക് നിക്കക്കള്ളിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കോപ്പറാറ്റി എന്ന നിലക്ക് ആരംഭിച്ചിരിക്കുന്നു. അതാണ് കാരണം. അതിനെ നാം എന്ത് ചെയ്യണം? അത് പ്രചരണയോഗങ്ങൾ സംഘടിപ്പിക്കുക തന്നെ. ദീനിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രചരണയോഗങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് സുന്നത്ത് ജമാഅത്ത് എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ വിപരീത ആ കക്ഷികളെ സംബന്ധിച്ച് നാം അല്പം ചില സൂചനകൾ നൽകിയാൽ ജനങ്ങൾ അത് വിലയിരുത്തും. ഉദാഹരണമായി ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളെ ഉണർത്തുന്നു. അതായത്, ഇസ്ലാം എന്നാൽ എന്താണത്? ജനങ്ങളെ നാം ആദ്യം അത് മനസ്സിലാക്കണം. എന്താണ് അത് സാധനം? ജനങ്ങളെ മനസ്സിലാക്കേണ്ട രൂപം. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കൽ എങ്ങനെയാണ് ജനങ്ങളെ മനസ്സിലാക്കൽ? ജനങ്ങളെ മനസ്സിലാക്കൽ ഇസ്ലാം അള്ളാഹുവിന്റെ സാധനം ആണ്. ആക്ഷേപമില്ല. ഇല്ല, അള്ളാഹുവിന്റെ ഈ സാധനം ആകുന്ന ഇസ്ലാമിന അവൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ നിലനിർത്തിയത്? അതാണ് ശരിയായ മാർഗം അതിൻ്റെത്. അത് നിലനിർത്താൻ ഉള്ള ശരിയായ മാർഗം അള്ളാഹു സ്വീകരിച്ച മാർഗം ആണ്. ആക്ഷേപമില്ല, അതില്ല. പരിശുദ്ധ ദീനിനെ, ഇസ്ലാമിനെ ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അംബിയാ മുർസലുകളെയാണ് നിയോഗിച്ചത്. അങ്ങനെ 1 10 അല്ല, 10,000-കണക്കിൽ അംബിയാ മുർസലുകൾ നിയോഗിച്ചു. ആയിരുന്നു അതിന്റെ ആവശ്യം? അങ്ങനെ 10,000-കണക്കിൽ അംബിയാ മുർസൽ, ലക്ഷത്തിൽ പരം അംബിയാ മുർസലുകളാണ് നിയോഗിക്കാൻ ഉള്ള കാരണം എന്തായിരുന്നു? ഇത് ജനങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം ഉള്ള യഥാർത്ഥമാണല്ലോ അത്. നാം സ്വയം ഒരു സിദ്ധാന്തം കെട്ടിച്ചമയ്ക്കുകയല്ലോ അത് യഥാർത്ഥമാണല്ലോ. അപ്പോ അത് വിശദീകരിക്കും.
അങ്ങനെ ലക്ഷക്കണക്കിൽ പരം അംബിയാ മുർസലുകളെ അവൻ നിയോഗിക്കാൻ ഉള്ള കാരണം എന്തായിരുന്നു? നാം ആലോചിക്കണല്ലോ. അത് ജനങ്ങളോട് സംസാരിക്കേണ്ട രീതിയാണത്. സുന്നത്ത് ജമാഅത്തിനെ പറ്റി സംസാരിക്കേണ്ട രീതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അംബിയാ മുർസലുകൾ ആരാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക, ആരാണ് അംബിയാ മുർസലുകൾ? അംബിയാ മുർസലുകൾ പൊതുവെ അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ പരിശുദ്ധാത്മാക്കളായി മയസൂമികളായി വളർത്തപ്പെടുന്ന മഹാന്മാരാണ്. അംബിയാക്കൾ മയസൂമികളാണല്ലോ. ആ നിലയ്ക്ക് വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ അവരാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധാത്മാക്കളായി വളർത്തിക്കൊണ്ടുവരുന്ന മഹാന്മാരാണ്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ട് 40 വയസ്സ് തികയുമ്പോൾ അവർക്ക് നുബുവത്ത് അധികാരം നൽകുന്നു. നുബുവത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിനെ പറ്റി സംസാരിക്കാനുള്ള അധികാരം നൽകുന്നു. എന്താണ് ഇതിന്റെ താല്പര്യം? ഈ നിലയ്ക്ക് പരിശുദ്ധാത്മാക്കളായി അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ പിന്നിൽ ഉള്ള രഹസ്യം എന്താണ്? നാം ജനങ്ങളെ മനസ്സിലാക്കണമത്. എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ പിന്നിൽ ഉള്ള രഹസ്യം എന്താണ്? രഹസ്യം പരിശുദ്ധാത്മാക്കളായി അവർ മറ്റു മനുഷ്യന്മാർക്കിടയിൽ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുആകളും ആവശ്യങ്ങളും ശരിക്കും അതിങ്ങനെ നിർവഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അവരെന്ത് ദുആ ചെയ്യുന്ന ആ ദുആ സ്വീകാര്യമാകുന്നു. അവരുടെ ഹാജത്ത് ആവശ്യങ്ങൾ അത് ശരിക്കും നിറവേറ്റപ്പെടുന്നു. ആ നിലക്കാണ് അവർ 40 വയസ്സ് വരെ ജീവിക്കുന്നത്. അങ്ങനെ ദീർഘകാലം മറ്റ് സാധാരണ മനുഷ്യർക്കിടയിൽ ഈ നിലക്ക് ജീവിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നത്? മറ്റുള്ള ജനങ്ങളുടെ സ്നേഹം സമ്പാദിക്കുന്നു, ആദരവും ബഹുമാനവും സമ്പാദിക്കുന്നു. മറ്റുള്ള സാധാരണ ജനങ്ങളുടെ ആദരവും ബഹുമാനവും സമ്പാദിക്കുന്നു. അത് മനുഷ്യ പ്രകൃതിയാണത്. നല്ലതിനെ സ്നേഹിക്കുക എങ്ങനെയായിരുന്നാലും നല്ലതിനെ സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയാണ്. നല്ല ആളുകളായാൽ നല്ല ചീത്ത സ്വയം തന്നെ പ്രകൃത്യാ ചീത്ത ചില ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചല്ല പറയുന്നത്. ആ നിലയ്ക്ക് ഉള്ള ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തെ കൊണ്ടാണ് ദീന നിലനിർത്തുന്നത്. അതായത് വളരെ പരിശുദ്ധാത്മാക്കളായ മഹത്തുക്കൾ, ആ മഹത്തുക്കൾ വഴിക്ക് അവരെ ചില ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് മറ്റുള്ള ജനങ്ങൾ ആ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന അല്ലാഹുവിൽ അനുഭവപ്പെടുന്നു. ഈ അനുഭവങ്ങൾ ധാരാളം 1ഉം 2ഉം 10ഉം അല്ലാത്ത ധാരാളം അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വരുന്നു. അങ്ങനെ വന്നുകൊണ്ടാണ് അവരുടെ ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവർ ഉപദേശിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ തരക്കാണ് ഇസ്ലാം നിലനിന്നു വന്നത്. ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഇത് പരമാർത്ഥമാണ്. അള്ളാഹു ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ പരമാർത്ഥമാണ്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാക്കളായ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരുടെ ദുആയും അവരുടെ ഹാജത്തുകളും വീട്ടിക്കൊടുക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പാകെ വരികയാണ്. അത് വീട്ടിക്കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഏതുവരെ അതിന്റെ സ്വഭാവം സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഖുതുബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഉൾനാടൻ അറബി വന്നിട്ട് മഴയില്ലാത്ത ബുദ്ധിമുട്ട് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എന്നൊക്കെ അവരാതിപ്പെടും.
അങ്ങനെ ആവരാതിപ്പെട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മസ്ഖിന, ഞങ്ങൾക്ക് മഴ വേണം എന്ന് പറഞ്ഞ് കഴിയാൻ താമസം ഉടനെ മഴയില്ല. ബുഖാരിന്റെ ഹദീസാണല്ലോ. ആലോചിച്ചു, പറയേണ്ട താമസം മഴ വർഷം. ആ ജാതി അനുഭവങ്ങൾ അംബിയാ മുർസലുകളുടെ ചരിത്രത്തിൽ ധാരാളം ഉണ്ട്. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അത്തരം സംഭവങ്ങളുടെ ശരിക്കും എടുത്ത് ഉദ്ധരിച്ചിട്ടും ഉണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ഉള്ള രഹസ്യം എന്താണ്? ഈ നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീന സ്ഥാപിച്ച വഴി ഇതാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ഉള്ള രഹസ്യം എന്താണ്? രഹസ്യം അല്ലാഹുവിനോട് അടുക്കുന്ന മഹത്തുക്കൾ, അല്ലാഹുവിന്റെ മഹ്ബൂബികൾ, മുഖറബീകളായ മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ ദുആ അവൻ സ്വീകരിക്കും, അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ള സത്യമാണ്. അല്ലാഹുവിന്റെ മഹ്ബൂബികൾ, മുഖറബീകൾ ആയ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ ആവശ്യങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ അത് ശരിക്കും അവൻ നിറവേറ്റി കൊടുക്കും. ആ നിലക്ക് അവൻ അവരുമായിട്ട് ബന്ധപ്പെട്ടവനാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഉള്ള രഹസ്യം അതാണ്. ഇസ്ലാമിന്റെ അടിത്തറയാണത്. നിഷേധിക്കാൻ പറ്റാത്ത പരമാർത്ഥങ്ങളാണ്. ആലോചിക്കുന്നു, അതിന് ഉദാഹരണങ്ങൾ ധാരാളം എടുത്തുദ്ധരിക്കാൻ കഴിയുന്നതും ആണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഈ ലക്ഷക്കണക്കിനുള്ള അംബിയാ മുർസലുകളെ അവരുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താരീഖ് ചരിത്രം, സീറത്ത്, അതിൽ നിന്നെല്ലാം തന്നെ ഈ തത്വം ശരിക്ക് അനിഷേധ്യമായ നിലക്ക് തെളിയുന്നു. അല്ലാഹുവിന്റെ മഹ്ബൂബികൾ, മുഖറബികളായ മഹത്തുകൾ, ആ മഹത്തുകൾ അത് അംബിയാ മുർസലുകൾ എന്ന് മാത്രം അല്ല, അല്ലാത്ത മഹന്മാരുണ്ട്. അല്ലാഹുവിന്റെ മഹ്ബൂബികൾ മുഖറബികളായി കഴിഞ്ഞാൽ അവരുടെയും ഗതി തന്നെയാണ്. അംബിയാക്കൾക്ക് മാത്രം ഉള്ളതല്ലാതെ അംബിയാക്കൾ അല്ലാത്ത മഹാന്മാർ, ആ മഹാന്മാർ പ്രപഞ്ചത്തിന്റെ മഹ്ബൂബായാൽ അവരുടെയും ഗതി ഇത് തന്നെയാണ്. അതിന് ശരിക്ക് ഈ തെളിവ് അഹാദീസിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയും. അവരുടെയും ഗതി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു. അനസ് ബിൻ നളർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു സഹോദരി മറ്റൊരു പെണ്ണിന്റെ മുഖത്തടിച്ച് പല്ല് മുറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദറത്തിൽ കേസ് വന്നു. റസൂൽ അത് ഖിസാസ് കൊണ്ട് കൽപ്പന കൊടുത്തു. വസിന്നു ബിസിന്നി എന്നാണല്ലോ ഖിസാസ്. അപ്പോ അനസ് ബിൻ നളർ തങ്ങളെ മൂപ്പർക്ക് വലിയ വേദനയായി. എന്റെ പെങ്ങളുടെ പല്ല് ഇപ്പോൾ അടിച്ചു പൊളിക്കപ്പെടുമല്ലോ, വേദന. മൂപ്പര് വന്നിട്ട് റസൂലിന്റെ മുമ്പാകെ നിന്നിട്ട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖീ ലാ തുക്സറ സനിയതുഹാ, അല്ലാഹുവിനെ തന്നെ ആ പെണ്ണിന്റെ പല്ല് പൊളിയുവന നബിയെ. മനോവേദനയോടുകൂടി. അതുവരെ വളരെ വാശിയോടുകൂടി നിന്നിരുന്ന മറ്റ് ജനങ്ങൾ, അടികൊണ്ട പെണ്ണിന്റെ കുടുംബം, ആ കുടുംബം ഖിസാസ് തന്നെ വേണമെന്ന് നിർബന്ധിച്ചെന്ന് അതുവരെ നിർബന്ധത്തിൽ ഇരുന്ന ജനങ്ങൾ, ആ ജനങ്ങൾ ഉടനെ തന്നെ നഷ്ടം വാങ്ങിക്കൊള്ളാമെന്ന് തീർത്തുവിട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഇബാദിൽ ചില ആളുകൾ അല്ലാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ലാഹു നടപ്പിൽ വരുത്തും, ആ നിലക്കുള്ള ജനങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇബ്നു തൈമിയ വരെ അൽ ഫുർഖാനിൽ ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചിട്ടും ഉണ്ട്. ഇമാം ബുഖാരിന്റെ റിവായത്തും ആണ്. ആ നിലക്കുള്ള തെളിവുകൾ ധാരാളം അഹാദീസിൽ ഉണ്ട്. അപ്പോ അംബിയാ മുർസലുകൾ മാത്രം അല്ലാതെ അത് മറ്റുള്ള മഹാന്മാർ
ഹക്കത്താരായുള്ള മഹ്ബൂബികൾ മുഖറബികളായ മഹത്തുക്കൾ ആരാണോ അവരുടെ എല്ലാം സ്ഥിതി അതുപോലെയാണ്. അവനോടടുക്കാൻ അവരുടെ ദുആക്ക് അവൻ ഉത്തരം ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കും. അവരുടെ മനോവേദന ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ മനോവേദനയാണ്. മനോവേദന ഒരിക്കലും അവൻ സഹിക്കില്ല. നോക്കൂ, ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയത് ഈ അസ്തിവാരത്തിൽ ആണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഉദാഹരണ സഹിതം നിങ്ങളത് ശരിക്കും വിശദീകരിച്ച് ശരിക്കും മനസ്സിലാക്കുന്നുവെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അതേ സമയത്ത് ഇസ്ലാമിന്റെ അടിത്തറയും ആണത്. സുന്നത്ത് ജമാഅത്താണത്. കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കള്, ആരിഫീങ്ങള്, മഹാന്മാരായ റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ബൂബീങ്ങൾ, മുഖറബീങ്ങൾ, അവരെ ദുആ അല്ലാഹു സ്വീകരിക്കും, അവരെ ആവശ്യങ്ങൾ നിർവഹിക്കും. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നാൽ ആ ബന്ധപ്പെട്ടവരെ അവർ മറ്റവരുടെ ദുആ കിട്ടും എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റെവിടെയുള്ളത്? ഉള്ള യഥാർത്ഥമല്ലേ അത്? അവരുമായി ബന്ധപ്പെട്ട അനസ് ബിൻ നദറിന്റെ സഹോദരി അനസ് ബിൻ നദറിനായിട്ട് ബന്ധപ്പെട്ട സഹോദരിയല്ലേ? ആ സഹോദരിക്ക് ഗുണം കിട്ടിയില്ലേ? അതുകൊണ്ട് അങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ ഇല്ലേ? അതാണ് സുന്നത്തുമായിട്ട് നമ്മൾ അത്രയും വിശ്വസിക്കുന്നുള്ളൂ. മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ബൂബീകളാണ്, മുഖറബീകളായ മഹത്തുക്കൾ. ആ മഹത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നാൽ, അങ്ങനെ ബന്ധപ്പെടണം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞാലേ, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പറഞ്ഞില്ല അവിടെ? നീ അനുഗ്രഹിച്ചിട്ടുള്ള നിന്റെ നിഅമത്തിനും അനുഗ്രഹത്തിനും പാത്രീഭൂതരായ മഹത്തുക്കൾ, ആ മഹത്തുക്കൾ നടന്ന വഴിക്ക് ഞങ്ങൾ നടത്തണം. അതായത് അവരെ പിടികൂടി അവരെ പിന്തുടർന്നുകൊണ്ട് നടക്കാൻ തൗഫീഖ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവരെ പിന്തുടരണമെന്നും അവരുമായിട്ട് ബന്ധപ്പെടണമെന്നും അല്ലേ ആ പറഞ്ഞ വാക്കിനർത്ഥം? ഇതെന്നെ സുന്നത്തുമായിട്ട് എന്ന് പറയുന്നത്. ഇതിനെ ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? ആർക്കാ ഇത് ചോദ്യം ചെയ്യാൻ പറ്റുന്നത്? അത് അവരെ ഹയാത്ത് കാലത്തും ഹയാത്തിലും മൗത്തിലും മഹ്ശറയിലും എല്ലാം ഒരേ ക്രമത്തിലാണ്. അവർ അല്ലാഹുവിന്റെ മഹ്ബൂബീങ്ങളാണ്, മുഖറബീകൾ ആയ മഹത്തുക്കൾ ആണ്. ആ മഹത്തുക്കൾ അവരുടെ മഹത്വം ഹയാത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആണ് മൗത്തിന്റെ ശേഷവും മഹ്ശറയിലും എല്ലാം എന്നുള്ളത് ധാരാളം തെളിവുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട കാര്യം. പിന്നെ എന്താണ് അതിൽ ഒരു സംശയമുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനമാണ്. അതൊരു സുന്നത്ത് ഒരു ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. പിന്നെ അത് അങ്ങനെ അല്ലാഹു അങ്ങനെ ചെയ്യുന്നെന്താ? എല്ലാവർക്കും ഒരുപോലെ എല്ലാവരെയും സ്വീകരിക്കണ്ടേ? അത് അബൂജാഹിലിന്റെ തത്വമാണ്. അല്ലാഹു അവന്റെ മഹ്ബൂബികളെ അവൻ ഇഷ്ടപ്പെടുന്ന മുഖറബികളും മഹ്ബൂബികളും അവർക്ക് നിഅമത്ത് ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അബൂജാഹിലി ഓൻ വിശ്വസിച്ചതും ഓന്റെ കൂട്ടർ വിശ്വസിക്കുന്നതും എന്താ എല്ലാവരും ഒരുപോലെയല്ലേ? എന്താ അല്ലാഹു മറ്റുള്ളവർക്ക് ചെയ്യാത്തത്? അബൂജാഹിലിന്റെ വിശ്വാസമാണ്. ഇസ്ലാമിന്റെ വിശ്വാസം അതല്ല. ഇസ്ലാമിന്റെ വിശ്വാസം അല്ലാഹു തൃപ്തിപ്പെടുന്ന മഹ്ബൂബികൾ, മുഖറബീകളായ മഹത്തുക്കൾ ഉണ്ട്. ആ മഹത്തുക്കൾ അവരുടെ ആവശ്യങ്ങളിൽ നിർവഹിച്ചു കൊടുക്കും, അവരെ കബൂൽ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവർ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണം. അങ്ങനെ നിൽക്കാമെന്ന് ഖുർആൻ തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്, സുന്നികളായി ചെയ്യുന്നുമുണ്ട്. തെറ്റപടിയാണ്. ഇതിനെയാണോ ചോദ്യം ചെയ്യുന്നത്? പിന്നെ എന്ത് തോന്നിയ സാധനങ്ങളിൽ വിളിച്ചു പറയുന്ന ഈ കുണ്ടന്മാരെ കൊണ്ട് അവിടെ ഇവിടെ നിർത്തിയിട്ട് ഇത് ചോദിച്ചാൽ പോരെ? പക്ഷെ അത് ചോദിക്കണം. ഈ കുണ്ടന്മാരെ കൊണ്ട് എന്ത് ചെയ്യുന്നത് ചോദിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് ഉള്ള യാഥാർത്ഥ്യം ജനങ്ങളെ മനസ്സിലാക്കണം. ആരെയും നോക്ക്,
ഉള്ള യാഥാർത്ഥ്യം ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് മറ്റത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സുന്നത്ത് ഒരു ജമാഅത്ത് അവർ വിശ്വസിക്കുന്ന ഈ ഒറ്റ വിശ്വാസമാണ്. അതിന്റെ അടിത്തറയും അതാണ്. ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാടും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കുന്നത്? മനസ്സിലാവാത്തവർ ഒരു പക്ഷേ ആക്ഷേപിച്ച് എന്ന് വന്നേക്കും. അതിനുള്ള പരിഹാരം മനസ്സിലാക്കലാണ്, പല്ലിടിക്കലല്ല. പിന്നെ അള്ളാഹു എന്താ എല്ലാവർക്കും ഒരുപോലെ നിയമം ചെയ്യാൻ അത് പിന്നെ അള്ളാഹുവിനോട് ചോദിക്കണത്. അത് ഉള്ള യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. ഇന്ന മിൻ ഇബാദില്ലാഹി മല്ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലിന്റെ ദുആ ഖബൂൽ ചെയ്തു. അത് എല്ലാവരെയും ഒരുപോലെ എന്താ ചെയ്യാത്തത് എന്ന് അതിനെപ്പറ്റി ഒരാൾ ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കുക വേണ്ടത്. മഴക്ക് ബുദ്ധിമുട്ടായപ്പോ അറാബി വന്നിട്ട് റസൂലിനോട് മഴക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ റസൂല് നീ എന്നെ ചെയ്തുകൊടുന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി? അങ്ങനെ പറയണ്ടേ? നീ എന്നെ ചെയ്തുകൊടുന്ന് നോക്ക്. ഇതൊക്കെ സുന്നത്തിമായത്തിന്റെ അടിത്തറയാണ്. ഈ അടിത്തറ ശരിയാകുന്നില്ലെങ്കിൽ മറ്റൊരു കാര്യവും പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. ജനങ്ങളെ ശരിക്കും അടിത്തറ മനസ്സിലാക്കണം. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്തയും ആലോചനയും നീക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മളുടെ ആ പോക്കിന് ശരിക്കും സ്വീകരണം ലഭിക്കും. മറ്റുള്ളവരെ വിമർശിക്കൽ എന്ന് മാത്രം ആവരുത്. വിമർശിക്കണം, അത് പിന്നീട് യഥാർത്ഥ നില മനസ്സിലാക്കിയതിന്റെ ശേഷം പിന്നെ എന്തും ചെയ്യാം. ജനങ്ങളെ യഥാർത്ഥ നില മനസ്സിലാക്കിയതിന്റെ ശേഷം എന്തും ചെയ്യാം. ഇതാണ് പരമാർത്ഥം. അപ്പോ കണ്ടോ, നാളെ മഹ്ശറിലാണ്. നോക്കൂ, മഹ്ശറിൽ ഹദീസ്, ശഫാഅത്തിന് ഹദീസ്. ജനങ്ങളിൽ ആകെ ബുദ്ധിമുട്ട്. ഇമാം ബുഖാരിയും മറ്റ് അയിമത്ത് മുഹദ്ദിസീങ്ങളും ഒന്നായിട്ട് റിവായത്ത് ഒരാക്ഷേപമില്ലാതെ. അവിടെ എന്താ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു? ആ ബുദ്ധിമുട്ടുമ്പോൾ ആദം നബിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നു. മൂപ്പര് പറയുന്നു ഞാൻ അതിനാളല്ല. ആ നൂഹ് നബിന്റെ അടുത്ത് വരുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത്, മൂസ നബി അലൈഹി ഇസ്ലാം, എല്ലാം വരുന്നു. ബുഖാരിന്റെ ഹദീസല്ലേ അത്? മുഴുവൻ അയിമത്ത് മുഹദ്ദിസീങ്ങളുടെ റിവായത്തല്ലേ? എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കുന്ന റസൂല് ദുആ ചെയ്യുന്ന രക്ഷപ്പെടുന്നു, അല്ലാഹുവിനോട് പറയുന്ന രക്ഷപ്പെടുന്നു. അപ്പോൾ ഇത് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ മഹ്ബൂബീങ്ങൾ മുഖറബീകളെ സമീപിക്കൽ എന്നത് ഇസ്ലാമിനെ നിരക്കാത്താണോ? അങ്ങനെയാണെങ്കിൽ അവർ ഈ അംബിയാ മുർസലുകൾ എല്ലാം തന്നെ അതിലപ്പം നിഷേധിക്കണ്ടല്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കുഫിയത്താണ് എന്ന് പറയണ്ടേ? അപ്പോ അവര് അംബിയാ മുർസലുകൾ നിഷേധിക്കൽ പോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ സമീപിച്ചപ്പോ റസൂല് ശഫാഅത്ത് ചെയ്തല്ലോ. അപ്പൊ എന്നാ അള്ളാഹ് പറയണ്ടേ? ഓർക്ക് ഇന്നോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഒരു നിന്റെ അടുത്ത് വന്ന് പറഞ്ഞ എന്തിന്? അപ്പൊ തനിച്ച ഹമാക്കത്ത്, ബുദ്ധിയില്ലാത്ത വെറും തനിച്ച ബുദ്ധിത്വം, വെറും പച്ച ഹമാക്കത്ത്. അതിനാണ് വലിയ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ഈ കുണ്ടന്മാര തെരുതെണ്ടിക്കുന്നത് ഈ ഹമാക്കത്ത് ലോകത്തിൽ ഉണ്ടാക്കാൻ ആലോചിച്ച് നോക്കും. പിന്നെന്താ, എവിടെയാണ് ഈ തെറ്റുള്ളത്? ഈ വിശ്വാസത്തിലൊക്കെ എവിടെയാണ് തെറ്റുള്ളത്? അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങളെ അവരെ മനസ്സിലാക്കണമെന്നും
അവരെ അനുകരിക്കണമെന്നും അവരെ പിൻപറ്റണമെന്നും അവരുടെ മാർഗം അവലംബിക്കണമെന്നും അതാണ് ശരി എന്നും സൂറ ഫാത്തിഹ വരെ പഠിപ്പിക്കുമ്പോൾ തെറ്റെവിടെയാണ് ഇത്? ഫാത്തിഹയിൽ പറഞ്ഞ അതല്ലേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ ഹിദായത്ത് ചെയ്യണം. അത് പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ മതിയാക്കിയില്ല. കാരണം എന്താ? ഈ പണ്ടാര പഹേരെ നിർവ്യാഖ്യാനം ചെയ്യല്ലോ. മുസ്തഖീമായ വഴി ഞങ്ങൾ പറയുന്നതാണല്ലേ പറയല്? അത് അമ്മ തന്നെ പറഞ്ഞോടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വ്യാഖ്യാനിച്ചതാണ്. ഈ ഹംസികളെ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്യും, തീർച്ചയാണ്. ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. റസൂലിനെ പറ്റി തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ നീ എന്തുകൊണ്ട് ചെയ്യുന്നത്? അംബിയാ മുർസലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പറ്റിയൊക്കെ തന്നെ അവർ സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ ഇതാ ചെയ്യുന്നത്? അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ പിന്നെ അവിടെ ബാക്കിയുണ്ടാവും. ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥിവാരവും തന്നെ അവർ മഹാത്മാക്കളാണ്, മഹത്തുക്കൾ ആണ്, മഹബൂബീങ്ങളാണ്, മുഖറബീങ്ങളാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാം നിലകൊള്ളുന്നത്. പിന്നെ സാധാരണ മനുഷ്യനായിട്ട് വിശ്വസിപ്പിച്ചാൽ അതിന്റെ കഥ എന്താവും? അവർ ചെയ്യുന്നതന്നെ. നല്ല നോട്ട് ചെയ്തു. പിന്നെ സാധാരണ മനുഷ്യനെ പഠിപ്പിച്ചതിന്റെ ഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. ഒരു ഹമക്ക് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഹദറത്തിൽ വന്നു. റസൂൽ ഒരു സ്വത്ത് ഇങ്ങനെ ഭാഗിച്ച് ഉയൈനത്ത് ബിൻ ഹിസൻ ഇങ്ങനെ കുറെ ആളുകൾക്ക് കൊടുത്തു. അപ്പോ ആ ഹമക്ക് എഴുതിയിട്ട് പറഞ്ഞു, എതിൽ യാ മുഹമ്മദ്, നീതി. ബുഖാരിന്റെ ഹദീസ് കിതാബുൽ ഫിത്തനിലൊക്കെ അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിന് ദേഷ്യം വന്ന് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ റസൂല് ആനെ പിന്തിരിഞ്ഞു പോകുമ്പോ ഇവന്റെ വീതിയിൽ നിന്നിട്ട് കുറെ ജനങ്ങൾ വരും. അവർ വലിയ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ ആയിരിക്കും, ഖുർആൻ ഓതു തന്നെയായിരിക്കും പണി. പക്ഷേ യംറഖൂന ദീനിന്റെ പുറത്ത് എന്ന് പറഞ്ഞു. കാരണം എന്തായിരുന്നു? കാരണം വിശ്വാസത്തിലുള്ള തെറ്റ്. യാ മുഹമ്മദ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ്? നീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്ന്. ആലോചിച്ച് നോക്കൂ. നീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്നുള്ള അയാളുടെ വിശ്വാസം. അതായത് സാധാരണ മനുഷ്യനാണ് എന്നല്ലേ? ഈ സാധാരണ മനുഷ്യൻ എന്നത് അബൂജാഹിൽ പണ്ട് പറഞ്ഞതല്ലേ? ആ സൂറത്ത് യാസീൻ എടുത്ത് നോക്കുക. അതിന്റെ തലക്കൽ തന്നെ മുർസലീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിടെയും കുഫാരിങ്ങൾ പറഞ്ഞത് വെറും മനുഷ്യൻ ആണ് എന്ന് മുർസലീങ്ങൾ ചോദ്യം കണ്ടില്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ ആയത്തുൽ അംർ പറയാൻ ഉള്ളത് ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞുണ്ട്. ആ ബശർ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കലല്ലേ നല്ലത്? അർത്ഥമായിട്ട് പറഞ്ഞുകൊള്ളല്ലോ നല്ലത്. ചോദിച്ചു പഠിക്കാം. അറിവുള്ളവരോട് ചോദിച്ചിട്ട് പഠിക്കാം. അവൻ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബശർ എന്ന് പറയാൻ കാരണം? ബശർ എന്ന് പറഞ്ഞാൽ ഈ പുറമുള്ള രൂപം, ആ രൂപത്തിനെ ബശർ എന്ന് പറയും. മൃഗങ്ങളാണെങ്കിൽ അവർക്ക് രോമുണ്ടാവും പുറത്ത്, തൂര് വെളിച്ചത്ത് വരുന്ന രൂപം. അതായത് ബാഹ്യരൂപത്തിൽ മനുഷ്യൻ നിങ്ങളെപ്പോലത്തെ ആളാണ് എന്നുള്ള അർത്ഥം അതിനെ. ബാഹ്യരൂപത്തിൽ വ്യത്യാസം ഇല്ല. മനുഷ്യന്റെ ബാഹ്യരൂപം ആ രൂപത്തിൽ ഞാനും നിങ്ങളും ഒരേ രൂപത്തിൽ നിൽക്കും. നിങ്ങൾക്ക് ആ ബാഹ്യരൂപമേ കാണാൻ കഴിയുള്ളൂ. പറഞ്ഞുകൊണ്ട് യൂഹ എന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ? അല്ലാഹ് നമുക്ക് ആരും നോക്കും. അതൊക്കെ തനി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കണ്ടോ? ഈ നിലക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട്
അവരുടെ ദുആയും അവരെ ആശകളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാണ്. മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്കും വലിയ തന്നെയാണ് അല്ലാഹു തആല അറിവ് നൽകുന്നത്. ആ നിലക്കാണ് ഇസ്ലാമിനെ അവിടെ നിലനിർത്തുന്നത്. അത് തന്നെ സന്നദ്ധമായത്തിന്റെ അഹരികാർ വിശ്വസിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളുണ്ട്, ആരിഫീങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കളിൽ അവരെ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കും. അവരുടെ ദുആ മഖ്ബൂലാകും. അള്ളാഹു തട്ടിക്കളയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനോദുഃഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞു കണ്ടില്ലേ? അവർക്ക് ലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞു കണ്ടില്ലേ? മനോദുഃഖം അനുവദിക്കില്ല. അത് തന്നെ ആ നിരക്കുള്ള മഹാത്മാർ ഖിയാമം വരെ ഈ സമുദായത്തിലുണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യം ഖിയാമം വരെ നിലനിൽക്കണം. അപ്പോഴേ ദീൻ നിലനിൽക്കൂ. ഏതെങ്കിലും ഒരു കാലത്ത് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി വേറെ നബി തരേണ്ടി വരും. അപ്പൊ റസൂല് ഖാത്തിബുൻ നബിയിനാവൂല. റസൂല് കൊണ്ടുവന്നത് എന്തൊക്കെയാ? റസൂൽ കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആൻ, അതിന്റെ യുഅല്ലിമുഹുൽ കിതാബിനെ തഅലീമാക്കൽ, അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലെ ഹിക്മത്ത്. ആ കാര്യങ്ങളെല്ലാം തന്നെ റിക്കാർഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട്. ആര്? അയിമത്ത് മുഹദ്ദിസീങ്ങൾ ശരിക്കും റസൂലിൽ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദ്ഹബിന്റെ മഹാന്മാരായ അയിമത്ത് ഇമാമുകളാണ്. അവർ റിക്കാർഡ് മുഴുവൻ അതാണ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ, ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ട് അതാണ് അവർ റിക്കാർഡാക്കിയത്. അതിന്റെ പുറമെ മൂന്നാമത്തെ കാര്യം, റസൂൽ ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസക്കീഹിം എന്നത്. ആലോചിച്ച് നോക്കും. യുസക്കീഹിം, ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി, ജനങ്ങളെ ശുദ്ധീകരിക്കാണ്ട് കഴിയോ? ജനങ്ങളുടെ എന്തെല്ലാം സ്വഭാവദോഷങ്ങളുണ്ട്, മനുഷ്യരുടെ എന്തെല്ലാം സ്വഭാവദോഷങ്ങളുണ്ട്. ആ സ്വഭാവദോഷങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അത് ഖിയാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു പോലെ. മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ, ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കണം. അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഖിയാം വരെ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ? ആലോചിച്ച് നോക്കൂ. യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നത്, ജനങ്ങളെ സംസ്കരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്, ആത്മീയമായ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കുന്നു ജോലി. ആ നിലയ്ക്ക് മഹാന്മാരായ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആക്കി തീർക്കും എന്നത് ഈ പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മൂസാ നബി അലൈഹി സ്വലാം മുതലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജോലി അതാണ്, അത് ചെയ്യും എന്ന്. അങ്ങനെ സംസ്കരിക്കുന്ന, ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്നു പോകാൻ പാടില്ല.
അത് ഖിയാം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം. അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും. അതാണ് മഹാന്മാരായ മശായിഖുകൾ ചെയ്യുന്ന പ്രവൃത്തി. ആ മഹത്തുക്കൾ അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയാണത്. അതാണ് ഖുത്ബുൽ അഖ്താബ് തങ്ങളും മറ്റും പറഞ്ഞില്ലേ. എന്ത് പറഞ്ഞു? കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭകം പറഞ്ഞത്. ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാൻ കഴിയും. അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കുന്നു. ആ പറഞ്ഞതിനർത്ഥം ആത്മശുദ്ധീകരണം നടത്തുക. ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തല്ലേ? അത് ഒഴിച്ചുകൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുസക്കീഹിം എന്നുള്ള റസൂൽ കൊണ്ടുവന്ന് ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ? ആ നിലക്കുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാരായ മശായിഖീങ്ങളെ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നതോ? നീ സമ്മതിക്കുന്നോ? ഇല്ലേ? അത് കള്ള നമുക്ക് ഈ മഹത്തുക്കൾ വേണ്ടേ? പിന്നെ എന്ത് കൊട്ടാവിയത്താണ്ട ഈ പറയുന്നത്? എന്താണ് എന്റെ കൊട്ടാവിക്ക് മയനോ? വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സുജൂദിയിൽ നിന്നും പണം കിട്ടി മതിയെന്ന സുജൂദിയിൽ കുറെ ഹംസകളുണ്ട് എന്റെ ജാതി. അതല്ലേ ചെയ്യുന്നത്? എന്താ നേർച്ചക്ക് എന്താ തെറ്റ്? എന്താ നേർച്ച കൊല്ലം മദീനായിൽ നേർച്ച കഴിയുന്നില്ലേ? ആരാണ് അതിനെ ആക്ഷേപിക്കുന്നതോ? മദീനായിൽ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്ന എല്ലാവരും, ആ പോകുന്നവരൊക്കെ മദീനായിൽ പോകുന്ന നേർച്ചയല്ലേ? അതെന്താ ഇതിന് പേരിടാ? നേർച്ചന്നല്ലേ? ഹജ്ജാണത്. റൗള ഷരീഫ് അതാ എന്താ ആരും പൊളിക്കാത്ത? ഔലിയാക്കളെ മക്കാമുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് റൗള ഷരീഫിനില്ലേ? ആരാ പൊളിക്കാത്തത്? എന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടെ, ഓർക്ക് എന്താ പൊളിച്ചൂടെ? ഈ നിരക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എവിടെയാണ്ടോ ഈ കൊട്ടാരത്ത് ഉണ്ടാകുന്നത്? ഈ പണ്ടാരമ്പിനെ എവിടെ ബാക്കിയുണ്ടാകുന്നത്? ഞാൻ ഈ പറഞ്ഞ ഉസൂലുകളാണ്. ആ ഉസൂലിനെ വിശദമായ നിലത്തിൽ നോക്കി കണ്ട ഹാസ്യം പോയിപ്പോയി. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ, വെറുതെയാണത്. ഖുർആനും സുന്നത്തും തന്നെ പറയണം, എന്നാലേ ആ കാര്യം നേടിയാവും. ആശ്ചര്യപ്പെടുന്നു. ഇവിടുന്നിപ്പോ തെരീക്കത്ത് എന്താണെന്നൊന്ന് വിവരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഇതൊക്കെ എന്താ തെരീക്കത്തല്ലോ? അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഫാത്തിഹല്ലേത്? അതിലെന്താ പറഞ്ഞത്? നീ നിഅമത്ത് ചെയ്ത നിന്റെ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക്, അവിടെ സിറാത്ത് തെരീക്കത്ത് ഒന്നല്ലേ മയന? അവരെ സിറാത്തിൽ നടക്കാൻ, അവരെ തെരീക്കത്തിൽ നടക്കാൻ വ്യത്യാസം എന്താ? എന്താ വ്യത്യാസം? ഫാത്തിഹല്ലേ അത്? സൂറത്തുൽ നിസായിൽ കൂടുതൽ അതിനെ വ്യാഖ്യാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാഖ്യാനിച്ച് ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. അവരോട് മുറാഫഖത്ത് ചെയ്യണമെന്നും കൂടി പറഞ്ഞു നിസായിൽ. സ്വാലിഹീങ്ങൾ അവരോട് മുറാഫഖത്ത് ചെയ്യും, അവരെ പിടികൂടി അവരെ തുടർന്ന്. ഫാത്തിഹയെ പറഞ്ഞതിന്റെ ബയാനാണത്. അവിടെ നീ നിഅമത്ത് ചെയ്ത് തന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ തെരീഖത്ത്, അവർ വന്ന മാർഗം, അതിൽ നിന്റെ മനസ്സിലായിക്കൂടെ ഓരോരുത്തർക്ക് ഓരോരോ മാർഗം ഉണ്ടാകുന്നു. അല്ലാഹുവിന്റെ മുൻ അമീങ്ങൾ മഹാന്മാർ, ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗങ്ങളും എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ പറയൂ. അവൻ നിഅമത്ത് ചെയ്ത മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ തെരീഖത്ത് അല്ലെങ്കിൽ അവരെ മാർഗം. അവർ ചെയ്യുന്നത് എന്താണ്? ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്ന എന്താണ്? തസ്കിയത്ത്. തസ്കിയത്ത് ഇസ്ലാമിന്റെ ജുസു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമർപ്പിച്ച ജുസുവിന്റെ തസ്കിയത്ത് എന്നുള്ള തസ്ഫിയത്തും, അത് രണ്ടും ഒറ്റ ഭാഗത്തിന് ഒറ്റ അർത്ഥാണ്. തസ്ഫിയത്ത് തസ്കിയത്ത് എന്താ? ഒരു വ്യത്യാസമില്ല.
തസ്വിയത്ത് എന്നും തസവ്വുഫ് എന്നും തസ്കിയത്ത് എന്നും ഒറ്റ അർത്ഥമാണതിന്. ഖുർആന്റെ ഭാഷ തസ്കിയത്ത് എന്നാണ്, സാലിഹീങ്ങൾ സൂഫിയാക്കളുടെ ഭാഷ തസവ്വുഫ് എന്നാണ്. എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല, ഒക്കെ ഒന്ന് തന്നെ. അത് ഖിയാം വരെ ഉള്ള ആ തസ്വിയത്ത് അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന മുസക്കികളായ മഹാന്മാർ, ആ മഹാന്മാരുടെ കൈവശത്തിൽ തസ്കിയത്ത് എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകും. അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ, അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തെരിയക്കത്തുവായാലോ തനിച്ച് ബുദ്ധിത്വം. അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവർ ഉപദേശങ്ങൾ സ്വീകരിക്കലേ, ആ സ്വീകരിക്കൽ തെരിയക്കത്തായി. ഇത് വേണ്ടാണ്. പക്ഷേ എന്തെങ്കിലും ചെയ്യരുത്. എന്റെ കണ്ണെപ്പോഴും ലോഹിൽ അതെന്നോ കുത്തുൽ അക്താപതങ്ങൾ പറഞ്ഞില്ലേ, അതെന്താണ് ആ പറഞ്ഞതിന് അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? അത് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഭാവി, അവന്റെ പ്രകൃതി, അവന്റെ അഹ്ലാഖുകൾ, അതിനെ സംബന്ധിച്ചുള്ള ഉസൂലുകൾ, ആ ഉസൂലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു ആണാ പറഞ്ഞത്. ഉണ്ടോ? അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും. മഹാന്മാരായ ആരിഫ്യങ്ങൾ പല മാർഗത്തിൽ. അവർ മുഹ്യിദ്ദീന്മാരെ പറഞ്ഞു കണ്ടില്ലേ, ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറച്ചിൽ കിനാവാക്കി കാട്ടിക്കളഞ്ഞവർ. എന്താ പറഞ്ഞേ? അതായത് അവരെ ഹക്കിൽ അവര് ജിന ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് ഉണർച്ചയിൽ ആണെങ്കിൽ ബന്ധിച്ച തെറ്റ്. അതെന്ത് ചെയ്യുന്നു? ആ എഴുത്ത് മാറ്റം ഇല്ലാത്ത എഴുത്ത് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത്? മനാമിൽ ഒരു ദിന സംഭവിക്കും. എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഒരു മനുഷ്യന്റെ ഭാവി, ആ ഭാവി എപ്പോഴും മർക്കൂമാണ്, എഴുതപ്പെട്ടതാണ്, അവനിൽ തന്നെ എഴുതപ്പെട്ടതാണ്. അത് വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും. അത് ബുഖാരിന്റെ ഹദീസിൽ തന്നെ ഉണ്ടത്. അതായത് 120ാമത്തെ ദിവസം നുത്ഫത്ത് റഹാമൽ 120 ദിവസം കഴിഞ്ഞാൽ മലായികത്ത്, അതിന്റെ മുവക്കരീങ്ങളായ മലായികത്ത് അവരെന്ത് ചെയ്യുന്നേ? അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇവനെ സംബന്ധിച്ച് ശഖിയോ സഈദോ, ഇവന്റെ അജലത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തുന്നു. എവിടെയാ രേഖപ്പെടുത്തുന്നത്? എവിടെയോ ഉണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ? അള്ളാഹ് എഴുതി വെച്ചെങ്കിലേ അറിയുള്ളൂ. ആലോചിച്ച് നോക്കൂ, ബുഖാരിന്റെ ഹദീസിന്റെ അത് രേഖപ്പെടുത്തും എന്ന്. അതെന്തും രേഖപ്പെടുത്തുന്ന ആലോചിച്ച് നോക്ക്. രേഖപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് വായിക്കാനാ? അള്ളാഹ്ക്ക് മറന്നുപോകും, അതുകൊണ്ട് എഴുതി വെക്കുക അല്ല. അത് വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായിക്കൂടെ? അത് അള്ളാഹുവിന്റെ മഹ്ബൂബികൾ, മുഖറബീങ്ങളായ മുസക്കീങ്ങളായ മഹാന്മാരായ വലിയാക്കൾ ആരിഫ്യങ്ങളാണ്, മുറബീങ്ങളായ മശായിഖീങ്ങൾ ആണ്. ആ വിഭാഗം ഖിയാമം വരെ കൂടാണ്ട് കഴിയില്ലല്ലോ. അല്ലെങ്കിൽ തസ്കീഹ് അങ്ങ് പോരെ, റസൂല് കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോരെ. ആകെ കാര്യമായിട്ടുള്ളത് അതല്ലേ? അത് പരിശുദ്ധ ഖുർആനിലെ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട്. സൂറ ഫാത്തിഹ ദിവസേന എത്ര പ്രാവശ്യം ഒന്ന് അവിടെയൊക്കെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയും. അതൊക്കെ തെരീഖത്തല്ലേ അത്? ആ നിലക്കുള്ള മുൻഅമീങ്ങളായ മഹത്തുക്കൾ, മശായിഖുകൾ അവരെ തുടരണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞ വാക്കിനർത്ഥം? വേറെ വല്ല അർത്ഥമാണത്? أوائدكم مقضية غير أنني أريدكم تمشوا الطريق الحميدة كتب الأقطاب തങ്ങൾ പറഞ്ഞു കണ്ടില്ലേ? ഷർത്ത് എന്താണ്? തംശു തരീഖൽ ഹമീദത്തി. ആ നിലക്കുള്ള വലിയ വലിയ ആരിഫീങ്ങൾ, മശായിഖീങ്ങൾ അവർ കൽപ്പന, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ. നമ്മൾ മഹ്മൂരികളാണ് അവര്. കൽപ്പന ഇല്ലാണ്ട് ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അതൊക്കെ ദീനിന്റെ അടിത്തറയാണത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനിന്റെ അസ്ഥിവാരവും അടിത്തറയും ആണ്. ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് സുന്നത്യമായത്തും അന്നലക്ക് തന്നെ നിൽക്കുന്നത്. സുന്നത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ. അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മ പെറ്റ മകന് സാധ്യമാവില്ല. എന്താ?
ശരിക്കും ആലോചിച്ചോ, ആ നിരക്ക് ചിന്തിച്ചോ നിങ്ങൾ മനസ്സിലാക്കിക്കോ. പക്ഷേ കിതാബ് നോക്കിയാലൊന്നും അത് എളുപ്പത്തിൽ മനസ്സിലാകും. നല്ല ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ആഴ്ചക്ക് ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തു തരാം, ഖുർആൻ തന്നെ, വെറും ഖുർആൻ. എന്നാൽ അത് മനസ്സിലാവുമ്പോൾ അതിലൊരുക്കുണ്ടെങ്കിൽ ആളെ സെലക്ട് ചെയ്തു. ഈ നിലക്ക് പൊതുവെ അത് പറഞ്ഞാൽ ശരിയാവില്ല. ഇൻഷാ അല്ലാഹ്